നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു കറി റെസിപ്പിയാണ് നമ്മുടെ മത്തങ്ങ മോരുകറി. ഇപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് കറി റെസിപ്പികളും സ്നാക്സ് റെസിപ്പികളും ഉണ്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് കമന്റ്സ് വരാറുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ചേച്ചി കൂടുതലായിട്ട് കറികൾ ചെയ്യൂ, എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കറികളൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ പല അമ്മമാരുടെയും കമന്റ്സ് വരാറുണ്ട്, സ്നാക്സ് ചെയ്യൂ, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും കറികളും സ്നാക്സും തന്നെയാണ്. പിന്നെ മത്തങ്ങ മോരുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സദ്യയിലും ചെയ്യുന്ന റെസിപ്പി അല്ല കേട്ടോ, സദ്യയിലും ചെയ്യാം, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ചോറിന്റെ ഒഴിച്ചേറിയായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ മോരുകറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ സദ്യയിൽ ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴംപുളിശ്ശേരിയൊക്കെയാണ്. അതൊക്കെ നമ്മൾ സദ്യയിലാണ് മെയിനായിട്ട് ചെയ്യാറ്. ഇടയ്ക്ക് വീട്ടിൽ ചോറിന് കറിയായിട്ടും ചെയ്യാം കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല ഇതിനൊന്നും. പിന്നെ ഇതൊക്കെ വെച്ചാൽ നമ്മൾ സദ്യയിൽ ഉൾപ്പെടുത്താതെ പൊതുവെ ചോറിന്റെ കറിയായിട്ടാണ് കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം വ്യത്യാസമൊന്നുമില്ല മറ്റുള്ള മോരുകറികൾ. പിന്നെ ചില മോരുകറികളിൽ നമ്മൾ പഞ്ചസാര ചേർക്കും, ചില മോരുകറികളിൽ പഞ്ചസാര ചേർക്കില്ല, ചില കറികളിൽ നമ്മൾ ശർക്കര ചേർക്കും. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓരോ റെസിപ്പിക്കും ഓരോന്നാണ് നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്ന ആ ഒരു ട്രഡീഷണൽ രീതി, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും കമന്റ്സ് വരാറുണ്ട്, ഉള്ളി ചേർക്കോ മോരുകറിയിൽ, അല്ലെങ്കിൽ പുളിശ്ശേരിയിൽ ഉള്ളി ചേർക്കോ, ആരാണ് ഉള്ളി ചേർക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും, ആ രീതികളാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയല്ലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ ഞാൻ പിന്നീട് ചെയ്യുമ്പോൾ ആ രീതിയിലും ചെയ്ത് നോക്കാറുണ്ട്, എങ്ങനെയുണ്ട് വ്യത്യാസം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അതിൻ്റെ നല്ല അഭിപ്രായമാണെങ്കിൽ ഞാൻ അവർക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാറുമുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തങ്ങ മോരുകറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ പീസുകളായിട്ട് മുറിക്കാം. ഇതിപ്പോൾ ചട്ടിയിൽ കുക്ക് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ മോരുകറിയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വേണം. ഞാനിപ്പോൾ പച്ചമുളകും ഉള്ളിയും മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. ആദ്യം നമുക്ക് മത്തങ്ങ കുക്ക് ചെയ്യാൻ വെക്കാം, അതിന് ശേഷം അരപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മത്തങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ മോരുകറിയിൽ ചേർക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് പച്ചമുളക് ചേർക്കണം, എങ്കിലേ നമ്മുടെ മോരുകറിക്ക് എരിവുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പില, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിലേക്ക് മത്തങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് മത്തങ്ങ കുക്കായി വരാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട്. കുക്കറിലാണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട. ഇനിയിപ്പോൾ മത്തങ്ങ ഒന്ന് കുക്കായി വരട്ടെ. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അരപ്പിലേക്കായിട്ട് ആദ്യം ഒരു 1.25 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഇത് എപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ തേങ്ങ അരയ്ക്കുന്നതിൽ ഉപ്പ് ചേർക്കുന്നതെന്ന്. തേങ്ങ വേഗം തന്നെ അരഞ്ഞു കിട്ടാനാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ മത്തങ്ങയിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് അരയ്ക്കാം കേട്ടോ. അപ്പോൾ മത്തങ്ങയിൽ പച്ചമുളക് കുറച്ച് ചേർക്കുക. അപ്പോൾ നമ്മൾ മത്തങ്ങ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് മത്തങ്ങ കുക്കായിട്ടുണ്ട്. അപ്പോൾ മോരുകറിയിൽ കഷ്ണങ്ങൾ വേണം, വല്ലാതെ മുടഞ്ഞു പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. വലിയ കുറച്ച് ഉടഞ്ഞ കഷ്ണങ്ങൾ മതി എന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഉടയ്ക്കുന്നില്ല. ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാൻ പോവാണ്. ഇപ്പോൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു വരും കേട്ടോ മത്തങ്ങ കുക്കായി വരുമ്പോൾ.
അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ വെള്ളം കൂടുതൽ ചേർത്തിട്ട് മത്തങ്ങ കുക്ക് ചെയ്തത്. ഇനിയിപ്പോൾ അരപ്പൊന്ന് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ സാധാരണ ഒഴിച്ചുകറി പോലെയല്ല, ഇതൊന്ന് തിളച്ചു എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് കുക്കാവട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ഒഴിച്ചുകറികൾ ചെയ്യുമ്പോൾ ഇളക്കുന്ന പോലെ തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ബബിൾസ് വന്നു തുടങ്ങി, നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊന്ന് കുക്കായതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അപ്പോൾ കട്ട തൈരാണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, അപ്പോൾ ആ ഒരു കട്ടയൊക്കെ ഉടഞ്ഞു വരും. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഫ്ലെയിം കുറച്ചിട്ട് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ 2 പച്ചമുളകും കൂടി ചേർക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനി തൈരും കൂടി വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും, അതനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ മത്തങ്ങയുടെ ഒരു ചെറിയ മധുരമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു മോരുകറിയിലേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മത്തങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് തന്നെ തൈര് ചേർത്താലും പുളി കൂടുതലൊന്നും ആയി പോവില്ല. പിന്നെ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ മാത്രം ഒരു 2 പിഞ്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് തൈരൊന്ന്. തൈര് ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തൈരിൻ്റെ അളവ് തീരുമാനിക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടുള്ളൊരു ഒഴിച്ചെറിയായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മത്തങ്ങ കുക്ക് ചെയ്തപ്പോൾ തന്നെ കൂടുതൽ വെള്ളം ചേർത്ത് കുക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ മത്തങ്ങയുടെ പീസുകളൊക്കെ ഒന്ന് ഉടഞ്ഞു വരും കേട്ടോ, മത്തങ്ങ നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ. ഇനി ഫ്ലെയിം ഓൺ ചെയ്യരുത്, ഈ ചൂടിൽ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് തന്നെ തൈരൊന്ന് ചൂടായി വന്നോളും. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പാത്രങ്ങളിലോ കുക്കറിലോ ഒക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ആവി വരുന്നത് വരെ തൈരൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ആഡ് ചെയ്യാം. ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി മതി കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്, അകത്ത് നല്ല ചൂടുണ്ട്. ഇന്ന് മഴയത്താവട്ടെ, ഇന്നത്തെ കുക്കിംഗ് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് മഴയൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള കുക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പുളി കറക്റ്റായോ എന്ന് നോക്കാം. ഞാൻ മുഴുവൻ തൈരും ചേർത്തിട്ടില്ല. പുളി കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി തൈര് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പുളി കുറവാണെങ്കിൽ തൈര് ചേർക്കാം. പിന്നെ ഈ ഒരു മോരുകറി ഇരുന്നിട്ട് നാളെ ആകുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ പുളി. ഇപ്പോൾ കുറച്ച് പുളി കുറവായിട്ട് നിൽക്കുകയാണെങ്കിലും കൂടുതലായിട്ട് തന്നെ തൈര് ചേർക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ എടുക്കുമ്പോൾ പുളി കൂടിപ്പോവും. ഇതൊക്കെ തലേ ദിവസം റെഡിയാക്കി വെക്കുന്ന കറികളാണ്. അപ്പോൾ ഞാനിത് അടുത്ത ദിവസത്തേക്കായിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോരുകറിയിലൊക്കെ കുറച്ച് കടുക് കൂടുതലായിട്ട് ചേർക്കണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അധികമായി പോകേണ്ട, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉലുവ പൊടി ചേർത്തിട്ടുണ്ട്. ആ ഉലുവയും കൂടി ഒന്ന് കളർ മാറി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ എല്ലാ കറികളിലും വറവ് ചേർക്കുന്ന പോലെ, പക്ഷേ ഈ മോരുകറിയിലും പുളിശ്ശേരിയിലും ഒക്കെ വറവ് ചേർക്കുമ്പോൾ ഉലുവയും കൂടി ചേർക്കണം, എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ വറ്റൽമുളക് ചേർത്തിട്ട് നമ്മൾ ഉടനെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് കുക്കായി വരണം, അത്രയും മതി. വല്ലാതെ കളർ ചേഞ്ച് ആയി പോകണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇനി മുളക് പൊടി ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് തന്നെ കുക്കായി വരും. നമ്മളിനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഉള്ളിയുടെയും എല്ലാം ചൂടുണ്ട് ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ട് കുക്കായിക്കോളും. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ. ഇനി നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കിയ വറവ് കറിയിലേക്ക് ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങ മോരുകറി ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്ന് തുടങ്ങുന്നുണ്ട്. ഞാനപ്പോൾ വറവ് ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തില്ലായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇളക്കി മിക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മോരുകറിയിൽ ഇതുപോലെ മുളക് ചേർത്താലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ കമൻറ്റ്സ് വരാറുണ്ട്, ഇപ്പോൾ എന്തിനാണ് ലാസ്റ്റ് മുളക് ചേർക്കുന്നത്, മുളക് ചേർത്താൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എല്ലാ പുളിശ്ശേരി മോരുകറി റെസിപ്പീസും ചെയ്യുമ്പോൾ പറയാറുണ്ട് ഈ ഒരു മുളക് ചേർത്താലേ ഇതുപോലെയുള്ള കളർ വരുള്ളൂ എന്ന്. അത് ശ്രദ്ധിച്ചിട്ടില്ലാതെ വീഡിയോ ലാസ്റ്റ് വരെ കാണാത്തതുകൊണ്ടാണ് കേട്ടോ അത് അറിയാതെ പോകുന്നത്. എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഇത് ഉടനെ തന്നെ ഉപയോഗിക്കരുത്, അടുത്ത ദിവസം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ യൂസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളിയൊക്കെ മത്തങ്ങയിലേക്കൊക്കെ പിടിച്ച് കറക്റ്റ് ആയിക്കോളും. എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി നമ്മൾ ഏത് പുളിശ്ശേരി ആണെങ്കിലും മോരുകറി ആണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ തൈരിൻ്റെ പുളി കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും മത്തങ്ങ വാങ്ങിച്ചിട്ട് ഉടനെ തന്നെ മോരുകറി ഉണ്ടാക്കി കഴിക്കുക ചോറിൻ്റെ കൂടെ ചേർത്ത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.